ഫ്യൂച്ചർ ടെൻസുകളെ കുറിച്ചുള്ള വീഡിയോസിൽ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ ഫ്യൂച്ചർ ടെൻസിൻ്റെ 3 അവാന്തര വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫ്യൂച്ചർ സിമ്പിൾ, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ദ ലാസ്റ്റ് സബ് ടോപ്പിക് ഓഫ് ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് റൈറ്റിംഗ് ഫോർമേഷൻ പറയാം. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing form of the verb. Subject plus will or shall plus be plus been plus ing form of the verb. Subject plus will or shall plus have plus been plus ing form of the verb. ഉദാഹരണം പറയാം. സബ്ജക്റ്റ് സെന്റൻസ് സബ്ജക്റ്റിൽ വരുമ്പോൾ ഐ വരുമ്പോഴേ ഐ ഷാൽ ഹാവ് ബീൻ റൈറ്റിംഗ്, വി ഷാൽ ഹാവ് ബീൻ റൈറ്റിംഗ്, യു വിൽ ഹാവ് ബീൻ റൈറ്റിംഗ്, he will have been writing, she will have been writing, they will have been writing. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ഏത് പെർഫെക്റ്റ് കണ്ടിന്യൂസുകളിലും പെർഫെക്റ്റിൻ്റെ ഫോംസും ഉണ്ടാവും, കണ്ടിന്യൂസ് ഫോമും ഉണ്ടാവും. അപ്പോൾ ഫ്യൂച്ചറിൽ കണ്ടിന്യൂസ് ആണ്, പക്ഷേ എന്താണ് ആ ഫീച്ചർ കണ്ടിന്യൂസ് കാണിക്കാൻ നമ്മൾ സിമ്പിൾ ഫീച്ചർ വെച്ചാൽ മതി. പക്ഷേ എന്തുകൊണ്ടാണ് ഫീച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വെക്കേണ്ടത്? എല്ലാ പെർഫെക്റ്റ് കണ്ടിന്യൂസുകളിലും ഫീച്ചർ കണ്ടിന്യൂസ് ഉണ്ട്. പക്ഷേ ആ കണ്ടിന്യൂസ് ആയി നിൽക്കുന്ന കാര്യം എപ്പോൾ തുടങ്ങി എത്ര നേരമായത് വ്യക്തമാക്കുകയാണ് ഫീച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുന്നത്. അപ്പോൾ ഫീച്ചറിൻ്റെ ഒരു കാര്യം, ഇപ്പോൾ നാളെ മഴ പെയ്തുകൊണ്ടിരിക്കും, ഇറ്റ് വിൽ ബി റെയിനിങ് ടുമാറോ. പക്ഷെ നാളെ 5 മണിക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നത്, ഒരാൾ പറയാണ് നാളെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, 5 മണിക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഇറ്റ് വിൽ ബി റെയിനിങ് ആണ്. ആ 5 മണിക്ക് ഒരാൾ പറയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, നാളെ 5 മണിനെ കുറിച്ച്, നാളെ വൈകുന്നേരം 5 മണിക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇറ്റ് വിൽ ബി റെയിനിങ് ടുമാറോ, ഇറ്റ് വിൽ ബി റെയിനിങ് അറ്റ് 5 o'clock ടുമാറോ. ഈ 5 മണി എന്ന് പറയുന്ന സമയത്തേക്ക് 2 മണിക്കൂർ നേരമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോഴാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുന്നത്. 2025 ആകുമ്പോഴേക്കും അദ്ദേഹം ഈ കോളേജിൽ 25 വർഷക്കാലമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ 2025 എന്ന് പറയുന്നത് ഫീച്ചറിലെ ഒരു പോയിന്റ് ഓഫ് ടൈമാണ്. ആ പോയിന്റ് ഓഫ് ടൈം ആകുമ്പോഴേ ഒരു ഫീച്ചറിലെ ഒരു പ്രവൃത്തി ഇത്ര കാലമായി അത് എന്താണ് കംപ്ലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ പ്രവൃത്തിയുടെ ആക്ഷനെ കംപ്ലീറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് കൃത്യമായ ഡ്യൂറേഷൻ ഓഫ് ടൈം പറയുകയാണ്. 2030 ആകുമ്പോഴേക്കും ഈ ട്രെയിൻ മുംബൈക്കും ചെന്നൈക്കും ഇടയിൽ 15 വർഷക്കാലമായി ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അത് ഫീച്ചർ ഒരു സ്പെസിഫിക് ടൈമാണ്, ഒരു പീരീഡ് ഓഫ് ടൈമിന് പറഞ്ഞുകൊണ്ട് ആ പോയിന്റ് ഓഫ് ടൈം ആകുമ്പോഴേക്കും ഇത്ര കാലമായി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന കാര്യങ്ങളാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതേപോലെ 2028 ആകുമ്പോഴേക്കും ഈ ഗവൺമെൻറ് 5 വർഷം പൂർത്തീകരിച്ചിട്ടുണ്ടാകും എന്ന് പറയുന്നതൊക്കെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസാണ് യോജിക്കുക. അതുപോലെ തന്നെ ഒരു കളിക്കാരനെ കുറിച്ച് പറയാണ്, ഒരു കളിക്കാരനെ കുറിച്ചാണ് ഇദ്ദേഹം 2030 ആകുമ്പോഴേക്കും ഈ ക്ലബിന് വേണ്ടി 15 വർഷക്കാലമായി കളിച്ചുകൊണ്ടിരിക്കുകയും ആ സമയത്താണ് ആക്ഷൻ കംപ്ലീറ്റ് അല്ല, അതിനുശേഷമാണ് തുടരുന്നത്. പക്ഷേ ആ പോയിന്റ് ഓഫ് ടൈമിൽ, ആ ഇയറിൽ, ആ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഓഫ് ടൈമിൽ ആ ആക്ഷൻ ഇത്ര നേരമായി എന്ന് കൃത്യമായ കാലനിർണ്ണയം നടത്താൻ പറ്റുന്നതുകൊണ്ടാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് അവിടെ ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരു ട്രെയിനിനെ കണ്ട് നമ്മൾ പറയാണ്, പറയുന്നത് ഈ ട്രെയിന് 2027 ആകുമ്പോഴേക്കും ഡൽഹിക്കും കൊൽക്കത്തയ്ക്കും ഇടയിൽ 25 വർഷക്കാലമായി ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. കാരണം നമ്മളൊരു ഇതാണ്, നിഗമനമാണ്. ദിസ് ട്രെയിൻ വിൽ ഹാവ് ബീൻ റണ്ണിങ് ബിറ്റ്വീൻ ഡൽഹി ആൻഡ് മുംബൈ ഫോർ 25 years by the 2028. 2025 ആകുമ്പോഴേക്കും അദ്ദേഹം ഈ കോളേജിൽ
15 വർഷക്കാലമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കും. 2025 ആകുമ്പോഴേക്കും 15 വർഷക്കാലമായി. അപ്പോൾ എന്താണ്, ഹി വിൽ ഹാവ് ബീൻ ടീച്ചിങ് ഇൻ ദിസ് കോളേജ് ഫോർ 15 years by 2025. നാളെ രാവിലെ ആകുമ്പോഴേക്കും ഈ ട്രെയിൻ 25 മണിക്കൂർ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. നാളെ രാവിലെ ആകുമ്പോഴേക്കും ദിസ് ട്രെയിൻ വിൽ ഹാവ് ബീൻ റണ്ണിങ് ഫോർ 25 hours by the morning tomorrow. ഇന്ന് വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും അവർ 3 മണിക്കൂർ നേരമായി കളിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും they will have been playing for 3 hours by the 5 o'clock in the evening. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചറിലൊരു കാര്യം ഒരു കൃത്യമായ ഡ്യൂറേഷനിൽ പറയുന്നതെല്ലാം എന്താണ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അവിടെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്.